നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സമയം രാമൻ വളരെ ഉത്കണ്ഠയോടുകൂടി പർണശാലയിലേക്ക് ധൃതിയിൽ മടങ്ങി വരികയായിരുന്നു. തന്നെ അന്വേഷിച്ചു വരുന്ന ലക്ഷ്മണനെ കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടുപോയി. ഹാ ലക്ഷ്മണ, നീ എന്താണ് സീതയെ തനിച്ചാക്കി പോന്നത്? രാമൻ ദേഷ്യത്തിൽ ചോദിച്ചു. പർണാശ്രമം വിട്ടു പോരാനുണ്ടായ വേദനിപ്പിക്കുന്ന സാഹചര്യം ലക്ഷ്മണൻ വിശദമാക്കി. അത് കേട്ടപ്പോൾ സീതയ്ക്ക് എന്തോ അത്യാപത്ത് വരാൻ പോകുന്നുവെന്ന് രാമന് മനസ്സിലായി. അവർ പർണാശ്രമത്തിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ ഭയപ്പെട്ടതുപോലെ അവിടം ശൂന്യമായിരുന്നു. അവർ സീതയെ എല്ലാ ദിക്കിലും തിരഞ്ഞു. മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഇടയിലെല്ലാം തിരഞ്ഞു നോക്കി. സീതയെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു. പക്ഷേ എല്ലാം വെറുതെ. നിരാശ പൂണ്ട രാമൻ വഴിയിൽ കണ്ട വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും കിളികളോടും കൂടി സീതയെ കണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവസാനം ക്ഷീണിതനായ രാമൻ ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് താൻ ഒരിക്കലും ഈ കാട് വിട്ടു പോകില്ലെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. സീത മരിച്ച സ്ഥലത്ത് താനും മരിക്കും. തനിക്കാവും വിധം ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവർ സീതയെ അന്വേഷിക്കാനായി പുറപ്പെട്ടു. ഗരുഡരാജാവായ ജടായു ഒരു വൃക്ഷത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയത്. ദശരഥന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ജടായു. സീതയുടെ ആർത്തനാദം കേട്ട് ജടായു സീതയെ മോചിപ്പിക്കാൻ രാവണനോട് യുദ്ധം ചെയ്തു. രാവണൻ ജടായുവിനെ ആക്രമിച്ചു. രാവണൻ ജടായുവിനു നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ജടായു അതിനെ അവഗണിച്ചുകൊണ്ട് കൊക്കും നഖവും ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. ആ യുദ്ധം അതിഭയങ്കരമായിരുന്നു. അവസാനം രാവണൻ തൻ്റെ വാളുകൊണ്ട് ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. നിസ്സഹായനായ ജടായു അനങ്ങാൻ വയ്യാതെ ഭൂമിയിൽ വീണു. രാമലക്ഷ്മണന്മാർ സീതയെ തേടി നടന്നു നടന്ന് ജടായു പരിക്കേറ്റ് കിടക്കുന്ന സ്ഥലത്തെത്തി. രക്തം വാർന്നൊടുകുന്ന തൻ്റെ ശിരസ് വേദനയോടെ ഉയർത്തിയിട്ട് ജടായു പറഞ്ഞു, രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. സീതയെ രക്ഷിക്കാൻ ഞാൻ ആവും പോലെ ശ്രമിച്ചു. പക്ഷേ ക്രൂരനായ രാവണൻ എൻ്റെ ചിറകരിഞ്ഞിട്ട് സീതയെയും കൊണ്ട് പറന്നുപോയി. ഇത്രയും പറഞ്ഞ ശേഷം ജടായി ചോര തുപ്പി മരിച്ചു വീണു. ജടായുവിൻ്റെ വലിയ ത്യാഗമോർത്ത് രാമൻ ദുഃഖിതനായി. സ്വന്തം ബന്ധുക്കളുടെയെന്ന പോലെ രാമൻ ജടായുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. സമുദ്രം കടന്ന് രാവണൻ സ്വന്തം രാജ്യമായ ലങ്കയിലെത്തി. സീതയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ദാസികളോട് ആജ്ഞാപിച്ചു, ഈ സുന്ദരിയെ പരിചരിക്കുക. അവൾക്ക് വേണ്ട ഭക്ഷണവും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും നൽകുക. ചെന്നായക്കൂട്ടിൽപ്പെട്ട മാൻപേടയെ പോലെ സീത പരുങ്ങി നിന്നു. തൻ്റെ ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രൗഢി കാട്ടി സീതയെ സ്വാധീനിക്കാൻ വേണ്ടി രാവണൻ സീതയെ കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഒന്നിനും സീതയുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവസാനം രാവണൻ പറഞ്ഞു, ഇവിടെ നോക്ക്, ഞാൻ ഒരു വർഷക്കാലം നിനക്കായി തരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ചിന്തിക്കുക. എന്നെ ഭർത്താവായി സ്വീകരിക്കുക. ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും നീ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊത്തിയെരിഞ്ഞ് എൻ്റെ പ്രാതലായി കഴിക്കും. സീതയെ അശോകവനത്തിൽ സൂക്ഷിക്കാനും വേണ്ടതുപോലെ പരിചരിക്കാനും പരിചാരകന്മാർക്ക് രാവണൻ ആജ്ഞ കൊടുത്തു. രാമനും ലക്ഷ്മണനും സീതാന്വേഷണം തുടർന്നു. കാട്ടിലൂടെ നടക്കുമ്പോൾ അവർ പെട്ടെന്നൊരു ഭീകര ശബ്ദം കേട്ടു. ഒരു ഭീകരജീവി കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവർ കണ്ടു. തലയോ കാലോ ഇല്ലാത്ത ആ ജീവിക്ക് രോമം മൂടിയ ശരീരമായിരുന്നു. നെഞ്ചിനു നടുവിലായി ഒരു കണ്ണും ഒരു വൃത്തികെട്ട വായുമുണ്ട്. വായിൽ നിന്ന് 2 ദ്രംഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അവയ്ക്കിടയിൽ ചോരയിറ്റുന്ന നാവും. അതിന് നീളമുള്ള 2 കൈകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇരയെ പിടിച്ച് തിന്നുന്നത്. അത് മെല്ലെ തൻ്റെ കൈകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ചുറ്റിപ്പിടിച്ച് തൻ്റെ വായിലേക്ക് വലിച്ചെടുപ്പിച്ചു. അപകടം മനസ്സിലാക്കിയ അവർ അതിൻ്റെ 2 കരങ്ങളും ഛേദിച്ചു. ആ ഭീകരജീവി വേദന കൊണ്ട് പുളഞ്ഞു. രക്തത്തിൽ കുളിച്ചു കിടന്ന് കിതച്ചുകൊണ്ടിരുന്നു. ആ ജീവി ഉറക്കെ ചോദിച്ചു, ബഹുമാന്യരായ നിങ്ങൾ ആരാണ്? ഈ ചോദ്യം രാമലക്ഷ്മണന്മാരെ ആശ്ചര്യപ്പെടുത്തി. ലക്ഷ്മണൻ അവരെക്കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞ് സീതയെപ്പറ്റി വല്ല വിവരവും ലഭിക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ആ ഭീകരജീവി പറഞ്ഞു, എൻ്റെ പേര് കബന്ധൻ എന്നാണ്. ഒരിക്കൽ എനിക്ക് സുന്ദരമായൊരു ശരീരമുണ്ടായിരുന്നു.
എന്റെ അഹങ്കാരം കൊണ്ടും ദുരഭിമാനം കൊണ്ടും ശപിക്കപ്പെട്ട് ഇങ്ങനെയായി. അവിടുത്തെ കൃപ കൊണ്ട് ഞാൻ മോചിതനായിരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കത്തിച്ചു കളയണം. അപ്പോൾ എനിക്ക് എന്റെ പഴയ രൂപം തിരിച്ചു കിട്ടും. അങ്ങനെയായാൽ എനിക്ക് കാര്യങ്ങൾ പ്രവചിക്കാനും സീതയെപ്പറ്റി പറയാനും കഴിഞ്ഞേക്കും. ആ ജീവി മരിച്ചപ്പോൾ രാമൻ ലക്ഷ്മണന്മാർ അതിന്റെ ശരീരം കത്തിച്ചു. ആ ചാരത്തിൽ നിന്ന് ഒരു ദിവ്യരൂപം ഉയർന്നെഴുന്നേറ്റു. രാമനെയും ലക്ഷ്മണനെയും വണങ്ങിക്കൊണ്ട് ആ രൂപം പറഞ്ഞു, രാജകുമാരന്മാരെ, ഇവിടെ നിന്ന് പശ്ചിമഭാഗത്തേക്ക് പോവുക. അവിടെ ഋഷ്യമൂകാജലത്തിലുള്ള സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. സുഗ്രീവന്റെ സഹായത്തോടെ നിങ്ങൾക്ക് സീതയെ വീണ്ടെടുക്കാൻ കഴിയും. ഋഷ്യമൂകാജലത്തിലേക്ക് പോകുന്ന വഴി ശബരിയുടെ ആശ്രമവും നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത ദിവസം രാജകുമാരന്മാർ പമ്പാ നദീ തീരത്തുള്ള ശബരിയാശ്രമത്തിലേക്ക് യാത്രയായി. രാമലക്ഷ്മണന്മാർ വന്നപ്പോൾ താൻ ഇത്ര കാലമായി കാത്തിരുന്ന അതിഥികളാണ് വന്നിരിക്കുന്നതെന്ന് ശബരിക്ക് മനസ്സിലായി. അവർ രാമന്റെയും ലക്ഷ്മണന്റെയും പാദങ്ങളിൽ വീണു. അതിഥികളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ പാദങ്ങൾ കഴുകുകയും ഫലമൂലാദികൾ സമർപ്പിക്കുകയും ചെയ്തു. രാമന്റെ ഹൃദയം ശബരിയുടെ ഭക്തി കണ്ട് ആർദ്രമായി. അദ്ദേഹം ആ വൃദ്ധ താപസിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് സന്തോഷാശ്രു പൊഴിച്ചു. രാമൻ പറഞ്ഞു, പുണ്യവതിയായ ശബരി, നീ താപസന്മാർക്ക് ചെയ്ത സേവനവും നിന്റെ തപശ്ചര്യയും സ്വർഗത്തിൽ നിനക്ക് സ്ഥാനം നേടിത്തന്നിരിക്കുന്നു. പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശബരി പറഞ്ഞു, അതേ ഭഗവാനെ, ഇന്ന് അങ്ങയെ കണ്ടതുകൊണ്ട് എന്റെ തപശ്ചര്യകൾ ഫലവത്തായിരിക്കുന്നു. അങ്ങയെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് അടിയൻ ഈ ഭൂമിയിൽ കാത്തിരിക്കുന്നത് തന്നെ. ഇനി എനിക്ക് വിട നൽകിയാലും. ശബരി ചുറ്റുമുള്ള തടാകവും പർണാശ്രമവും അവരെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ വൃദ്ധ തപസ്വിനി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്റെ ശരീരം ഉപേക്ഷിച്ചു. രാജകുമാരന്മാർ അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആശ്രമം വിട്ടു. രാമനും ലക്ഷ്മണനും നടന്ന് ഋഷ്യമൂകമെന്ന മനോഹരമായ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. പർവ്വതത്തിലേക്ക് അവർ നടന്നെടുക്കുന്നത് സുഗ്രീവൻ പർവ്വത ശൃംഗത്തിൽ നിന്നുകൊണ്ട് കണ്ടു. തന്റെ അതിഭയങ്കരനായ ജ്യേഷ്ഠൻ ബാലി അയച്ച ദൂതന്മാരാണ് അവരെന്ന് തെറ്റിദ്ധരിച്ച് പർവ്വതത്തിന്റെ കൂടുതൽ ഉയരത്തിലുള്ള ഒരു ഭാഗത്തേക്ക് സുഗ്രീവൻ ഓടിക്കയറി. സുഗ്രീവനെ ബാലി നാടുകടത്തിയത് കൊണ്ടാണ് സദാ ബാലിയെ പേടിച്ചാണ് സുഗ്രീവൻ ജീവിച്ചിരുന്നത്. മുമ്പ് ബാലി കിഷ്കിണ്ഡത്തിലെ രാജാവായിരുന്നു. സുഗ്രീവൻ അദ്ദേഹത്തിന്റെ സഹായിയും. ആ ഇടയ്ക്ക് മായാവി എന്ന അസുരൻ കിഷ്കിണ്ഡയുടെ ഗോപുരദ്വാരയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ബാലിയും സുഗ്രീവനും യുദ്ധത്തിനായി പുറത്തു വന്നു. രണ്ടുപേരും കൂടി യുദ്ധത്തിന് വന്നപ്പോൾ മായാവി പേടിച്ച് ഓടിപ്പോയി. അവൻ ഒരു ഗുഹയിലേക്ക് കടന്നത് അവർ കണ്ടു. ഗുഹാമുഖത്ത് കാത്തു നിൽക്കാൻ സുഗ്രീവനോട് പറഞ്ഞിട്ട് ബാലി ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. സുഗ്രീവൻ ഗുഹയ്ക്കു മുൻപിൽ കാത്തുനിന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് പോരിന്റെ ശബ്ദം പുറത്തേക്ക് വന്നു. ബാലിയുടെ ദീനരോദനം കേട്ടതായും തോന്നി. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു ചോരപ്പുഴ ഒഴുകി വന്നു. ബാലിയെ രാക്ഷസൻ വധിച്ചുവെന്ന് വിചാരിച്ച സുഗ്രീവൻ രാക്ഷസൻ പുറത്തു പോകാതിരിക്കാൻ ഒരു വലിയ പാറക്കല്ലുകൊണ്ട് ഗുഹാമുഖം അടച്ചുവെച്ചു. സുഗ്രീവൻ അതിസങ്കടത്തിലായി. രാജ്യത്തിന് രാജാവില്ലാതെ കഴിയുകയില്ലെന്നതുകൊണ്ട് മന്ത്രിമാർ സുഗ്രീവനെ രാജാവാക്കാൻ പ്രേരിപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാലി പ്രത്യക്ഷനായി. രാക്ഷസനെ കൊന്ന ശേഷം ബാലി ഗുഹ അടച്ച പാറ തട്ടിമാറ്റി തിരിച്ചു വന്നതായിരുന്നു. സുഗ്രീവൻ തന്നെ ചതിക്കാൻ വേണ്ടി ഗുഹ അടച്ചതാണെന്നും താൻ ഇല്ലാത്ത തക്കം നോക്കി രാജ്യം പിടിച്ചെടുത്തതാണെന്നും ബാലി വിചാരിച്ചു. സുഗ്രീവനെ നാട് കടത്തിയിട്ട് അയാളുടെ ഭാര്യയെ ബാലി സ്വന്തമാക്കി. അന്നു തുടങ്ങി സുഗ്രീവൻ ഋഷിശാപത്താൽ ബാലിക്ക് കയറാനാകാത്ത ഋഷ്യമൂകാജലത്തിൽ താമസിക്കുകയാണ്. രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ സുഗ്രീവൻ തന്റെ വിശ്വസ്ത സുഹൃത്തായ ഹനുമാനെ അയച്ചു. വരുന്ന അപരിചിതർ ആരാണെന്നും അവരുടെ ലക്ഷ്യം അറിയുകയുമായിരുന്നു ഉദ്ദേശം. ഒരു യുവ താപസന്റെ വേഷത്തിൽ ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി. അവർ ആരാണെന്നും എന്താണ് കാട്ടിൽ അലയുന്നതെന്നും ഹനുമാൻ ചോദിച്ചു. രാമനും ലക്ഷ്മണനും തങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു.
തങ്ങൾ സുഹൃത്തായും സഖ്യകക്ഷിയായും തേടുന്ന സുഗ്രീവന്റെ ദൂതനെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ടെന്നും അറിയിച്ചു. ആ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ഹനുമാൻ താപസവേഷം ഉപേക്ഷിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായി. രാമലക്ഷ്മണന്മാരെ തന്റെ തോളിൽ കയറ്റി സുഗ്രീവന്റെ അടുത്തേക്ക് യാത്രയായി. ഹനുമാൻ അവരുടെ കഥകളെല്ലാം സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവനുമായി സഖ്യത്തിന് വരാനുണ്ടായ കാരണം എന്താണെന്നും പറഞ്ഞു. സുഗ്രീവൻ ഒരു വൃക്ഷത്തിന്റെ വലിയ ഒരു കൊമ്പ് മുറിച്ചെടുത്തു. സുഹൃത്തുക്കളായി കഴിഞ്ഞ അവർ ആ മരക്കൊമ്പിലിരുന്ന് സ്വന്തം ദുഃഖങ്ങളെ പങ്കുവയ്ക്കാൻ തുടങ്ങി. അവരുടെ സഖ്യത്തിന് അഗ്നിയെ സാക്ഷിയാക്കാൻ വേണ്ടി ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു. രാമനും സുഗ്രീവനും കൈകൾ കോർത്തുകൊണ്ട് ഇനി മുതൽ നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്, നിന്റെ സുഖം എന്റെ സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അഗ്നിക്ക് ചുറ്റും വലം വെച്ചു. സുഗ്രീവൻ രാമനോട് അപേക്ഷിച്ചു, ബാലിയെ പേടിച്ച് ഞാൻ ഈ കുന്നിൻ മുകളിൽ താമസിക്കുകയാണ്. അങ്ങ് ബാലിയെ വധിച്ചിട്ട് എന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ സഹായിക്കാമോ? രാമൻ അങ്ങനെ ചെയ്യാമെന്നും സമ്മതിക്കുകയും ചെയ്തു. ബാലി ഒരിക്കൽ തുടരെ തുടരെ അസ്ത്രമയച്ചു. ഓരോ അസ്ത്രവും വൃക്ഷത്തടിയിലൂടെ തുളഞ്ഞു കയറി മറുവശത്തെത്തി. എന്റെ ജ്യേഷ്ഠന് അത്രമാത്രം ശക്തിയുണ്ട്. അദ്ദേഹത്തെ ജയിക്കാൻ അങ്ങയ്ക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. സുഗ്രീവ, അങ്ങയ്ക്ക് എന്നിൽ വിശ്വാസമുണ്ടാക്കലാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് രാമൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. സാലവൃക്ഷങ്ങൾക്കടുത്തെത്തിയിട്ട് രാമൻ ഒരു അസ്ത്രം തൊടുത്തുവിട്ടു. അത് ഒരേ നിരയിലുള്ള 7 വൃക്ഷങ്ങളെ തുളച്ചുപോയി മറുഭാഗത്തെ ഭൂമിയെ ആഴത്തിൽ തുളച്ച് അപ്രത്യക്ഷമായി. സുഗ്രീവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അതെല്ലാം. അതിനുശേഷം അവരെല്ലാം ബാലിയുടെ കിഷ്കിന്ധയിലേക്ക് നടന്നു. കുറച്ചു സമയത്തിനകം അവർ നഗരാതിർത്തിയിലെത്തി. അവരുണ്ടാക്കിയ പദ്ധതി പ്രകാരം സുഗ്രീവൻ ഗോപുര ദ്വാരത്തിലെത്തി ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിക്കണം. രാമനും മറ്റുള്ളവരും പിന്നിലായി ഒളിഞ്ഞു നിൽക്കും. അതുപ്രകാരം സുഗ്രീവൻ ഗോപുരദ്വാരത്തിൽ ചെന്ന് ഭയങ്കര ശബ്ദത്തിൽ അലറി വിളിച്ചു. ബാലി പുറത്തു വരികയും സുഗ്രീവനുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇരുവരെയും ശ്രീരാമൻ അകലെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സഹോദരന്മാർ തമ്മിൽ വളരെയധികം സാദൃശ്യമുള്ളതായി കണ്ട് രാമൻ അമ്പരന്നു. സുഗ്രീവനെ തിരിച്ചറിയുക അസാധ്യമായി തീർന്നു. അതിനാൽ ബാലിയുടെ കരുത്തുറ്റ പ്രഹരങ്ങൾ സുഗ്രീവൻ ഏറ്റുവാങ്ങുമ്പോൾ രാമൻ നിസ്സഹായനായി നോക്കി നിന്നു. അവസാനം സുഗ്രീവൻ ചോരവാർന്ന് ദീനദീനം വിലപിച്ച് ഓടിപ്പോയി. ബാലി വിജയശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. രാമനും ലക്ഷ്മണനും സുഗ്രീവനെ സമീപിച്ചപ്പോൾ സുഗ്രീവൻ അരിശത്തോടെ പറഞ്ഞു, ബാലിയെ കൊല്ലാൻ അങ്ങേക്കാവില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് അടിയേറ്റ് മരണത്തോളം എത്തില്ലായിരുന്നു. രാമൻ സുഗ്രീവൻ സമാധാനിപ്പിച്ചു. രാമൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ കാണപ്പെടുന്നു. തെറ്റിദ്ധരിച്ച് ബാലിക്ക് പകരം അങ്ങയെ കൊന്നിരുന്നെങ്കിൽ ദുരന്തമായേനെ. വീണ്ടും അങ്ങ് ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ഇപ്രാവശ്യം അങ്ങ് കഴുത്തിൽ ഒരു മാലയണിഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് അങ്ങയെ തിരിച്ചറിയാൻ കഴിയും. ബാലിയെ കൊല്ലാനും കഴിയും. അവർ വീണ്ടും കിഷ്കിന്ധയിലെത്തി. സുഗ്രീവൻ ഗോപുരദ്വാരത്തിൽ ചെന്ന് മുമ്പത്തെ പോലെ അലറി വിളിച്ചു. മറ്റുള്ളവർ പിന്നിൽ മറഞ്ഞു നിന്നു. ഇപ്രാവശ്യം ബാലി അതിക്രുദ്ധനായിട്ടാണ് വന്നത്. സുഗ്രീവനെ ഇത്തവണ രക്ഷപ്പെടാൻ അനുവദിച്ചില്ലെന്നും നിർദ്ദയം വകവരുത്തുക തന്നെ ചെയ്യുമെന്നും പ്രതിജ്ഞയെടുത്തിരുന്നു. ബാലിയുടെ വരവ്. പക്ഷേ പത്നിയായ താരയ്ക്ക് അപകട സൂചന തോന്നി. അവർ ബാലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നലെ അടികൊണ്ട് അവശനായ നിങ്ങളുടെ സഹോദരൻ പിന്നിൽ മറ്റൊരാളുടെ കരുത്തുറ്റ സഹായമില്ലാതെ വീണ്ടും യുദ്ധത്തിന് വരില്ല. മാത്രമല്ല, നമ്മുടെ മകൻ അഗന്തൻ പറയുന്നു സുഗ്രീവനെ സഹായിക്കാൻ 2 രാജകുമാരന്മാർ വന്നിട്ടുണ്ടെന്ന്. ബാലി അക്ഷമനായിരുന്നു. നീ എന്താണ് പറയുന്നത് താര? നീ എന്റെ വഴി മുടക്കരുത്. ഇത് സുഗ്രീവനും ഞാനും തമ്മിലുള്ളതാണ്. മറ്റാരും ഇതിൽ ഇടപെടാൻ പാടില്ല. സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ബാലി പുറത്തേക്ക് വന്നു. സഹോദരന്മാർ വീണ്ടും ഏറ്റുമുട്ടി. ദ്വന്ദ്വയുദ്ധം തുടങ്ങി. ചിലപ്പോൾ ഇരുവരും മരണമുഷ്ടി പിടിച്ച് മണ്ണിൽ കിടന്നു ഉരുണ്ടു. ചിലപ്പോൾ വായുവിൽ പറന്നു. പരസ്പരം പിച്ചിക്കീറാൻ ശ്രമിച്ചു. മരക്കൊമ്പുകൾ ഒടിച്ചെടുക്കാൻ മാത്രമാണവർ പരസ്പരം അകന്നത്. രാമന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സുഗ്രീവൻ തുല്യബലത്തിലുള്ള യുദ്ധം തുടർന്നു. കുറേ സമയം രാമൻ ബാലിയുടെ വീരപരാക്രമം നിരീക്ഷിച്ചു നിന്നു. പിന്നെ ഒരു കൂർത്ത ശരം പ്രയോഗിച്ചു. അത് വായുവിലൂടെ ഊളിയിട്ട് ബാലിയുടെ നെഞ്ചിൽ തറച്ചു.
മാരകമായി മുറിവേറ്റ് ബാലി താഴെ വീണു. രാമൻ മറ്റുള്ളവരോടൊത്ത് ബാലിയുടെ സമീപത്തെത്തി. മരണോപ്രാളത്തിൽ ബാലി രാമന്റെ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു, ഒരാൾ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഒരാളെ കൊല്ലുന്നതാണോ നിങ്ങളുടെ ധർമ്മം? നിങ്ങൾക്ക് രാജാവാകാൻ യോഗ്യതയില്ല. രാവണനെതിരെ നിൽക്കാൻ സഹായം വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു. കൈയും കാലും കെട്ടി അയാളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു തന്നേനെ. നിങ്ങളുടെ പ്രവൃത്തി ഓർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. രാമൻ പറഞ്ഞു, ബാലി, ധർമ്മത്തെപ്പറ്റി പറയാൻ നിനക്ക് അധികാരമില്ല. ധർമ്മം നോക്കുകയാണെങ്കിൽ നീ നിന്റെ അനുജനെ സ്വന്തം മകനെപ്പോലെയും അനുജന്റെ ഭാര്യയെ മകളെപ്പോലെയും കണക്കാക്കണം. അതിനു പകരം നീ സുഗ്രീവന്റെ ഭാര്യയെ സ്വന്തമാക്കി. ധർമ്മം രക്ഷിക്കാനാണ് ഞാൻ നിന്നെ കൊല്ലുന്നത്. അവസാനം ബാലിക്ക് തന്റെ തെറ്റു മനസ്സിലായി. രാമനെ വേണ്ട പോലെ പരിചരിക്കാൻ ഭാര്യയോടും മകനോടും പറഞ്ഞു. ബാലി സുഗ്രീവനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, സുഗ്രീവ, ഇനി നീയാണ് രാജ്യം ഭരിക്കേണ്ടത്. അഗന്തനെ നിന്റെ മകനാണെന്ന് കരുതണം. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ സ്വർണമാല ഊരിയെടുക്കുക. ഇതു നിനക്കുള്ള എൻ്റെ അവസാനത്തെ സമ്മാനമാണ്. അങ്ങനെ ഉദാരനായ ബാലി തൻ്റെ സഹോദരനെ അനുഗ്രഹിച്ച ശേഷം അന്ത്യശ്വാസം വലിച്ചു. സുഗ്രീവൻ വീണ്ടും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹം രാമനോട് വളരെ കൃതജ്ഞതയുള്ളവനായി. ബാക്കി ജീവിതം രാമന്റെ സുഹൃത്തും സഹായിയുമായി കഴിഞ്ഞുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തു. അത് മഴക്കാലമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അടുത്ത നീക്കത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. മഴ മാറിയപ്പോൾ ലക്ഷ്മണൻ സുഗ്രീവനെ തന്റെ പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചു. സുഗ്രീവൻ ഉടൻ തന്നെ സേനാനായകനായ നീലനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് സീതയെ ലോകം മുഴുവൻ അന്വേഷിക്കണം. നമ്മുടെ ശക്തമായ സൈന്യം മുഴുവൻ ഉടൻ ഒത്തുചേരട്ടെ. ഉടനെ വാനരപ്പട ആ രാജകുമാരന്മാർ താമസിച്ച ഗുഹയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ നോക്കത്താ ദൂരത്തോളം നിറഞ്ഞു നിന്നു. എണ്ണത്തിൽ വളരെയധികം ഉള്ളതുണ്ടായിരുന്നതുകൊണ്ട് ആ സൈന്യം വെട്ടുകിളി കൂട്ടം പോലെ തോന്നിച്ചു. സുഗ്രീവൻ സൈന്യത്തെ എല്ലാം ഒന്ന് നോക്കിയിട്ട് രാമനോട് പറഞ്ഞു, കുമാര, ഞങ്ങളുടെ സൈന്യം മുഴുവൻ അങ്ങയുടെ ആജ്ഞക്കായി കാത്തിരിക്കുന്നു. സുഗ്രീവന്റെ ആത്മാർത്ഥത പരീക്ഷിക്കാൻ വേണ്ടി അങ്ങയ്ക്കിനി ഇഷ്ടമുള്ള എന്ത് കൽപ്പനയും കൊടുക്കാം. രാമൻ സുഗ്രീവനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് ആദ്യം സീത എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളാണ് രാജാവ്. അതുകൊണ്ട് സീതയെ കണ്ടുപിടിക്കാൻ ഈ സേനയ്ക്ക് കൽപ്പന കൊടുക്കുക. അതുപ്രകാരം സുഗ്രീവൻ മിടുമിടുക്കന്മാരായ സേനാനായകന്മാരെ അവരുടെ സൈന്യത്തോടൊപ്പം സീതാന്വേഷണത്തിനായി പല ദിക്കുകളിലേക്ക് അയച്ചു. അവസാനം സുഗ്രീവൻ ഹനുമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹനുമാൻ, നിന്നിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. ശക്തിയിലും ശൗര്യത്തിലും വേഗത്തിലും വകതിരിവിലും വിവേകത്തിലും നിനക്കൊപ്പം ആരുമില്ല. മറ്റുള്ളവർ തോൽക്കുന്നിടത്ത് നീ ജയിക്കുന്നു. സീത എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെയാണ് ആശ്രയിക്കുന്നത്. ആരുടെ ബലത്തിലാണോ തനിക്ക് വലിയ മതിപ്പുള്ളത് ആ ഹനുമാനിൽ സുഗ്രീവനും പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് കണ്ട രാമൻ ഹനുമാനെ തൻ്റെ മുദ്രമോതിരം കൊടുത്തിട്ട് പറഞ്ഞു, ഈ മോതിരം എടുത്തുകൊള്ളുക. നീ സീതയെ കണ്ടെത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ അടയാളം കണ്ടാൽ സംശയവും ഭയവും കൂടാതെ നീ എൻ്റെ അടുത്ത് നിന്നാണ് വരുന്നതെന്ന് സീത മനസ്സിലാക്കും. ഹനുമാൻ ശിരസ് കുനിച്ച് രാമന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങി ആ മോതിരം വാങ്ങി ആദരവോടെ തൻ്റെ ശിരസിൽ വെച്ചിട്ട്